ഹലോ, എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം ആദ്യം തന്നെ പറയുന്നു. എല്ലാരും വീഡിയോ ഒന്ന് ഓണാക്കിയിരുന്നു. നമ്മൾ എല്ലാരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണട്ടെ. ഉം, ഇന്ന് നമ്മള് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു ജേണി ഇവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ അതായത് നമ്മളിപ്പം നിങ്ങൾ എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ വെച്ചായിരിക്കും ഈ ജേണി ചൂസ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ ഈ ജേണി ചൂസ് ചെയ്യുന്ന വഴി, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന വഴി, നിങ്ങൾ ആ ഒരു ബെറ്റർ ലൈഫിലേക്ക് ഓരോ പടി നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാല്, ഒരു 7-8 മാസം മുന്നേ, സത്യം പറഞ്ഞാൽ 2025 ജൂലൈ മാസത്തില് ഞാൻ ഒരു എം ടി കപ്പായിട്ട് ഒരു ഐഡിയ ഇല്ലാതെ, ഒരു ക്ലാരിറ്റിയും ജീവിതത്തിനെ കുറിച്ച് ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. ഇന്ന് ഞാൻ ഈ ഒരു പ്രൗഡ് ആയിട്ട് പർപ്പസ്ഫുൾ ആയിട്ട് ഞാൻ ജീവിക്കുന്നത്, നിങ്ങളെ മുന്നിൽ ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുന്നതൊക്കെ ഞാൻ ഈ ജേണി ചൂസ് ചെയ്ത ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. അപ്പം അതേമാതിരി നിങ്ങൾ ഓരോരുത്തരും ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ഈ ജേണി ചൂസ് ചെയ്തതിന് ഞാൻ ആദ്യം തന്നെ നന്ദിക്കും വെൽക്കം ചെയ്യുന്നതിന് മുന്നേ ഞാൻ കൺഗ്രാചുലേഷൻസ് പറയാണ് എല്ലാവരുടെ അടുത്തും. ഇങ്ങനെ ഒരു ജേണി ചൂസ് ചെയ്തതിന്. ഞാൻ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം, നമ്മളെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ബാച്ച്, ഐ മീൻ സെക്കൻഡ് ബാച്ച് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട കോച്ചസ് ഉണ്ട് ഇവിടെ. ഞാൻ അവരെ ഇതേമാതിരി സക്സസ്ഫുൾ സ്റ്റോറീസ് ഒക്കെ വന്ന് ട്രാൻസ്ഫോം ആയിട്ടുള്ള കോച്ചസ് തന്നെയാണ്. അപ്പൊ അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ മെന്റേഴ്സ്, ഞങ്ങൾ ഇങ്ങനെ സക്സസ് സ്റ്റോറീസും ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറീസ് ഒക്കെ പറയണത് അങ്ങനെ സ്ട്രക്ചേർഡ് ആയി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നല്ല നല്ല ക്ലാസ്സുകളും സെഷൻസും ഡെപ്ത്ഫുൾ ആയിട്ടുള്ള നോളജ് ഒക്കെ നമുക്ക് കിട്ടിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പം മെന്റേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ ജിഷ മാം ഇവിടെ ഉണ്ട്. അവർ രണ്ടുപേരും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ ഒരു ആശയം, ഹാപ്പിനെസ് ലൈഫ് കോച്ചിങ് എന്നൊരു ആശയത്തിന്റെ ഫൗണ്ടർ തന്നെ ആയിട്ടുള്ള ഷപ്ന സുൽത്താൻ മാമിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നിങ്ങളോട് 2 വാക്ക് പറയാൻ മാമിനെ ഞാൻ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം മാം. താങ്ക് യു സിന്ധ്യ, താങ്ക് യു സോ മച്ച്. ഒരു വണ്ടർഫുൾ വെൽക്കമിങ് ആയിരുന്നു. റേഞ്ചിന്റെ ഒരു ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു, പക്ഷെ ഓക്കെ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് ഈ ഒരു നിമിഷത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മളെ ഈ ഒരു നിമിഷത്തിലേക്ക് എത്തിക്കാൻ കാരണമായ എല്ലാ വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ദിവസത്തിൽ, ഈ ഒരു നിമിഷത്തിൽ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ. പറ്റുന്നവരെല്ലാവരും തന്നെ ക്യാമറ ഓൺ ചെയ്ത് വെക്കുക. നമുക്ക് എല്ലാവർക്കും കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമല്ലോ. അപ്പോ ഹാപ്പിനെസ് ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുടെ ഒരു ക്രീം വേർഷൻ ആണ്. പലപ്പോഴും ഒരുപാട് കാലം കഴിഞ്ഞു പോയിട്ടായിരിക്കും എനിക്ക് എന്താ അത് ചെയ്യാൻ പറ്റാതിരുന്നത്, എനിക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചേ, ഈ പ്രോബ്ലംസ് ഒക്കെ കുറച്ച് മുന്നേ എനിക്ക് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. അത് ഒരു വശത്ത്. മറ്റൊരു വശത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് ചുറ്റുമുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ അറിയുണ്ടാവില്ല ഇവരിങ്ങനെ ബ്രേക്ക് ആയിട്ട് നിൽക്കുകയാണ്, ഇവരെന്ത് എന്ത് കൊടുത്ത് സമാധാനിപ്പിക്കാം, അല്ലെങ്കിൽ ഇവരെ ട്രാൻസ്ഫർമേഷൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അവർ പരാജയപ്പെടേണ്ടവരല്ല, നമുക്ക് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതുന്നവരുണ്ടായിരിക്കും. അതിനോടൊപ്പം സെൽഫ് ഉണ്ട്, നമുക്കൊരു സെൽഫ് ഉണ്ട്, ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നമ്മൾ. ആ പേഴ്സണെ ട്രീറ്റ് ചെയ്യുന്ന, ആ പേഴ്സണിന്റെ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആ വ്യക്തിയെ സന്തോഷിപ്പിക്കുന്ന, ആ വ്യക്തിയെ മീനിങ് ഫുൾ ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിപ്പിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കോഴ്സാണത്. വളരെയധികം സന്തോഷമുണ്ട് ദ മൊമെന്റിൽ നിങ്ങളെല്ലാവരെയും, എൻ്റെ കഴിഞ്ഞ ബാച്ചിലെ കോച്ചസിനെയും പുതിയ ബാച്ചിലെ കോച്ചസിനെയും ഒക്കെ കാണാൻ സാധിച്ചതിൽ. ഓവറോൾ എനിക്ക് ഇതിന്റെ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ ഞാൻ പറയാം. 6 മന്ത് ആയിരിക്കും നമ്മുടെ പ്രോഗ്രാം. ആഴ്ചയിൽ 3 ദിവസമായിരിക്കും. രാത്രി 8 to 9 ആയിരിക്കും. അതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ UK നടക്കുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ടൈമിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. നിങ്ങൾക്ക് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഡോൺ വെറി, നമ്മൾ പിറ്റേ ദിവസം തന്നെ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അസൈൻമെന്റ് ഉണ്ടായിരിക്കും, അത് നിങ്ങൾ കൃത്യസമയത്ത് ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ബാക്കിയെല്ലാം നമ്മൾ ഇവിടുന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, മെയിൻലി ഞാനൊരു പേപ്പർ ഏതൊക്കെയാണെന്ന് പറയാം. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ട്, സൈക്കോളജി ഓഫ് ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് മൈൻഡ്ഫുൾനെസ്, കൗൺസിലിംഗ് ആൻഡ് കോച്ചിങ് സ്കിൽ. ഫോർത്ത് പേപ്പർ സൈക്കോളജി ഓഫ് ഹെൽത്ത് ആൻഡ് പേഴ്സണൽ ഡെവലപ്മെന്റ്. ഫിഫ്ത്ത് പേപ്പർ ഫൗണ്ടേഷൻ ഓഫ് ഹാപ്പിനെസ് ആൻഡ് പോസിറ്റീവ് സൈക്കോളജി. സിക്സ് പ്രോജക്റ്റ് പ്രൊഫഷണൽ കോച്ചിങ് പ്രാക്ടീസ്. അപ്പോൾ നമുക്ക് 6 പേപ്പർ തിയറിയും 2 പേപ്പർ പ്രാക്ടിക്കൽ സെഷനും ആണ് വരുന്നത്. പേഴ്സണൽ ട്രാൻസ്ഫർമേഷൻ കഴിഞ്ഞുകൊണ്ട് കുറേ ആളുകളിലേക്ക് നമ്മൾ എത്തുകയാണ്.
ഇതിന്റെ ഒരു ഉദ്ദേശം എന്താന്ന് വെച്ചാല് നമ്മൾ അതിജീവിക്കാൻ ചിലപ്പോൾ കുറച്ച് വൈകിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളിലൂടെ പലരും അതിജീവിക്കാൻ കുറച്ച് വൈകിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിജീവിച്ച് കഴിഞ്ഞാൽ അവരിലൂടെ ഒരുപാട് പേര് ജീവിക്കും എന്നുള്ളതാണ്. ഒരു ഹൗസ് വൈഫ് ബെറ്റർ ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു മെന്റൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു പോയിന്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അതിലൂടെ ഭർത്താവും കുട്ടികളും പാരന്റ്സും ഒക്കെ ജീവിക്കും മൈൻഡ്ഫുൾ ആയിക്കൊണ്ട്. അങ്ങനെ ഒരു നല്ലൊരു സൊസൈറ്റിയെ വാർത്തെടുക്കാനുള്ള ഒരു പറ്റം കോച്ചസിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ഭാഗത്തുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് നമ്മൾ ട്രാൻസ്ഫോർമേഷനും മറ്റൊരു ഭാഗത്ത് നമ്മൾ എൻഷുർ ചെയ്യുകയാണ്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് ടീം. ഇന്ന് മുതൽ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. അടുത്ത ആഴ്ചയാണ്, അടുത്ത ചൊവ്വാഴ്ചയാണ് നമ്മുടെ ഫസ്റ്റ് സെഷൻ തുടങ്ങുന്നുണ്ടായിരിക്കുക. എനിവേ, ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിലും ഇതൊരു നല്ല തുടക്കമാവട്ടെ. ഞാൻ എൻ്റെ ഹൃദയം തൊട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സക്സസ് സ്റ്റോറികൾ, നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ, പലരും എനിക്കറിയാം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്, പാർട്ട്ണർ അറിയാതെ ജോയിൻ ചെയ്തവരുണ്ട്, അതൊക്കെ അവരെയും കൂടെ ട്രാൻസ്ഫോം ചെയ്യിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തവരുണ്ട്. അപ്പോൾ ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് ഈ ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒന്നല്ല ഒരുപാട് സക്സസ് സ്റ്റോറികൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും അത് കൊടുക്കാൻ പറ്റും. ഓൾ ദി വെരി ബെസ്റ്റ്. ഐ ലവ് യു സോ മച്ച്, ലവ് യു സോ മച്ച്. യെസ്, നമ്മളുടെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് മെയിൻ ആയിട്ട് 2 ഫാക്കൽറ്റീസ് ഉണ്ട്. ശില്പ റാണി, മാം ദുബായ് ബേസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ കോച്ചാണ്. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ ജിൽഷ. ഞാൻ വളരെയധികം സ്നേഹത്തോടെ ശില്പ റാണി മാമിനെ വെൽക്കം ചെയ്യുന്നു. യെസ് പ്ലീസ് മാം. Thank you so much. First of all, എല്ലാവർക്കും gratitude, especially to Shapna and all my students എന്ന് എന്നെ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല, സർട്ടിഫൈഡ് കോച്ചസിന് ഈ ഒരു മൊമെന്റ് തന്ന എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങുന്നത്? ഈ കോഴ്സ് തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദിസ് വൈസ് ഡിസിഷൻ. നമ്മുടെ ഡിസിഷൻ എടുക്കുമ്പോഴാണല്ലോ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുക. അതും നല്ലൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി ചോയ്സസ് കിട്ടും. ചോയ്സസിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ക്ലാരിറ്റി കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫോക്കസ്ഡ് ആയിരിക്കും. ക്ലാരിറ്റി ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഫോക്കസ് ഇല്ലാതെ വരും. ആ ഫോക്കസും ക്ലാരിറ്റിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോൺഫിഡൻസ്. ആ ഒരു നല്ല വൈസ് ഡിസിഷൻ ആണ് നിങ്ങൾ എല്ലാവരും ഇപ്പൊ എടുത്തേക്കുന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു. ആൻഡ് 6 months ജേർണി. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് ജൂലൈ 17th നമ്മൾ ഓറിയന്റേഷൻ ക്ലാസ്, ഞങ്ങളുടെ ഫസ്റ്റ് ഇതുപോലത്തെ ഈ കൊഹോട്ട് സെക്കൻഡ് കൊഹോട്ടാണ് നിങ്ങള്. ഫസ്റ്റ് കൊഹോട്ടിന് ഓറിയന്റേഷൻ ജൂലൈ 17th 2025 സോ അവര് ആ സമയത്ത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ കണ്ട സമയത്ത് ഒരു വല്ലാത്ത ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, ആ 6 months ജേർണി എന്ന് പറയുന്നത്, അത് വീട്ടമ്മമാരുണ്ടായിരുന്നു, അല്ലാതെ കുറെ കാലമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ വീട്ടിൽ ഇരിക്കുന്നവരുണ്ടായിരുന്നു, പല രീതിയിലെ ലൈഫിനെ കണ്ട് മടുത്ത ആൾക്കാരുണ്ടായിരുന്നു. ക്ലാരിറ്റി ഇല്ല, ഫോക്കസ് ഇല്ല, എന്ത് ചെയ്യണം എന്നറിയില്ല, സ്റ്റക്കായിട്ട് നിൽക്കുന്ന പല രീതിയിലുള്ള ആളുകളായിരുന്നു അന്ന് വന്നിരുന്നത്. പക്ഷെ ഇന്ന് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഈ കോച്ചസ് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് ലൈഫിന് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് കോഴ്സ്. 6 months കോഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ഫസ്റ്റ് സെന്റൻസ് ഇതാണ്, സെൽഫ് അവയർനെസ്. നമ്മളെ ഇവിടെ ലൈഫ് കോച്ചിങ് പഠിപ്പിക്കുന്നില്ല, നമ്മളിവിടെ കൊടുക്കുന്നത് ക്ലാരിറ്റിയാണ്. നമ്മുടെ ലൈഫിന് എന്ത് സാധനം നമുക്ക് കിട്ടിയാലും ക്ലാരിറ്റി എന്നുള്ള സാധനം കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാഴ്ചയില്ലാത്ത ഒരാൾ എങ്ങനെ മുന്നോട്ട് പോവാം? ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. സോ ആ ക്ലാരിറ്റി, ലൈഫിന്റെ ക്ലാരിറ്റി, സെൽഫ് അവയർനെസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആ 6 months കഴിയുമ്പോൾ നിങ്ങൾ ഇന്ന് ഇപ്പൊ ഓർത്ത് വെക്കുക ഈ ഡേറ്റ്. ആഫ്റ്റർ 6 months വേർ യു ബി. ഓക്കെ, അതെനിക്ക് പറയാനുണ്ടോ? അപ്പൊ ഈ എല്ലാവർക്കും ഈ ഒരു പ്ലാറ്റ്ഫോം ഇപ്പൊ കിട്ടിയിട്ടില്ല. എല്ലാവരും ഈ ഒരു നമ്മുടെ സൂം മീറ്റിംഗിൽ വന്നിട്ടില്ല. ബിക്കോസ് യു ആർ ദ ഓൺലി പീപ്പിൾ യു ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു സെലക്ട് ദിസ് കോഴ്സ്. ഓക്കെ, പ്ലീസ് ഓൾ ഓഫ് യു മ്യൂട്ട് യുവർ സെൽഫ്. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഓൺ ചെയ്യുക. ഇറ്റ് ഈസ് ഗുഡ് ദാറ്റ് നമ്മളൊരു ഫസ്റ്റ് മീറ്റിംഗ് ആണ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു യു ക്യാൻ സീ ആൻഡ് ഹാവ് എ ടോക്ക്. അപ്പോൾ നമ്മൾ ആ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും ഈ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ല അല്ലേ? അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാവരോടും, ആരൊക്കെയാണോ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാ. നിങ്ങളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. ബിക്കോസ് യു ഡിഡ് ദാറ്റ് വൈസ് ഡിസിഷൻ.
All of you, please do that. Just congratulate yourself that I took this wide decision. ഓക്കെ, ഇനി കോഴ്സിനെ പറ്റി പറയാൻ ഞാൻ എടുക്കുന്നത് 3 പേപ്പർ ആയിരിക്കും. സൈക്കോളജി ഓഫ് ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് മൈൻഡ്ഫുൾനെസ് ഉണ്ട്, അതുപോലെ 3rd പേപ്പർ ആയിട്ട് വരുന്ന കൗൺസിലിംഗ് ആൻഡ് കോച്ചിങ് സ്കിൽസ് എന്ന് പറയുന്ന 3 പേപ്പർ ആയിരിക്കും ഞാൻ എടുക്കുക. അപ്പോൾ അതിനകത്ത് വരുന്നത് അസൈൻമെന്റ്സ് ഉണ്ടാവും. നമ്മൾ ഡെമോ ക്ലാസ്സസ് ഇഷ്ടം പോലെ ചെയ്യും. ബിക്കോസ് നമ്മൾ ചുമ്മാ ലൈഫ് കോച്ചിങ് എന്താണ്, തിയറി മാത്രമല്ല പഠിച്ച്, തിയറി വന്നാലും നമ്മൾ ലൈഫിൽ അറിയാലോ, നമ്മൾ സാധാരണ സ്കൂളിൽ തിയറി പഠിച്ചിറങ്ങി കഴിയുമ്പോഴത്തേക്ക് ലൈഫ് എന്താണ് ഒരു ക്ലാരിറ്റിയും ഇല്ല. പിന്നെ നമ്മൾ ഒന്നേന്ന് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങും. പക്ഷേ യു വിൽ ഗെറ്റ് ദാറ്റ് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഫ്രം ദിസ് ക്ലാസ്. ഓക്കെ, മാസ്റ്റർ ക്ലാസ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഡെമോ ക്ലാസ്സസ് ഒത്തിരി ഉണ്ടാവും, പ്രാക്ടീസ് സെക്ഷൻസ് ഉണ്ടാവും, അസൈൻമെന്റ്സ് ഉണ്ടാവും, കേസ് സ്റ്റഡി ഉണ്ടാവും, പ്രോജക്ട്സ് ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് 6 months കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഹൂ ആം ഐ എന്നൊരു ക്ലാരിറ്റി കിട്ടും. എനിക്ക് എങ്ങനെ മറ്റുള്ളവരെ ലീഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി വി ക്യാൻ ലീഡ് സം അതർ പേഴ്സൺ ഇൻ അവർ ലൈഫ്, റൈറ്റ്? ആ ഒരു ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾക്ക് 6 months ജേർണിയിൽ ട്രാൻസ്ഫർമേഷൻ നടന്നാൽ നമുക്ക് ചുറ്റുപാടുമുള്ളവർക്ക് ആ ഹാപ്പിനെസ് കൊടുക്കാനായിട്ട് പറ്റും. ദാറ്റ് ഐ ക്യാൻ അഷ്വർ യു, because I already see my coaches here and they already started their journey. Because demo session കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ക്ലയൻസിനെ കിട്ടി തുടങ്ങി, and they know how to handle the client because we are giving that real life experience. ചുമ്മാ തിയറി പഠിപ്പിച്ചിറങ്ങല്ല നമ്മൾ ചെയ്യുക. സോ ആ ഒരു മൈൻഡ്, ആ ഒരു മൈൻഡ് സെറ്റ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാമായിട്ടാണ് നമ്മുടെ സർട്ടിഫൈഡ് കോച്ചസ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്, ഫസ്റ്റ് കോഹോർട്ട്. ഓക്കെ, സോ one more time, congratulations to each and every one of you for this wise decision, and we are starting this journey here. Okay, thank you. Okay, thank you ma'am. Yes, നമുക്ക് ഡോക്ടർ ജിൽഷ മാം ഉണ്ട്. ജിൽഷ ഇപ്പോൾ ഒരിത്തിരി ബിസിയാണ്, അപ്പൊ പിന്നെ കണക്ട് ചെയ്യും നമ്മളായിട്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഈ പ്രോഗ്രാമിന് ഒരു പ്രത്യേകത ഉള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇനി ഒരു ഫാമിലിയാണ്. ഇപ്പോഴത്തെ ബാച്ച് ഒരു ഫാമിലിയാണ്. നമ്മളിവിടെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. ഒന്നും തന്നെ പുറത്തു പോകാൻ പാടില്ല, കോൺഫിഡൻഷ്യൽ ആണ്. ഇവിടെ ഒരാളും അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ടോ ഒന്നും ഒരു വേർതിരിവ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയില്ല. നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആണ്. എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് വളരുക എന്നുള്ളതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ യാതൊരു രീതിയിലുള്ള വേർതിരിവും ഉണ്ടാവാൻ പാടില്ല. ഒരു കാര്യവും ഇവിടെ നിന്ന് പുറത്തു പോകാൻ പാടില്ല. കോൺഫിഡൻഷ്യൽ ആയിരിക്കും, അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ് ആയിരിക്കും എല്ലാവരും. ഇനി അടുത്ത സെഷനിൽ നമ്മൾ ഇവിടുത്തെ കോഡ് ഓഫ് ഓണർ ഉണ്ടായിരിക്കും. അതിൽ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുന്ന 2-3 കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈലന്റ് ആയിട്ട് പുറത്തു പോകേണ്ടി വരും. ഓക്കെ, അത് നമുക്ക് ആർക്കും വേണ്ട കാര്യങ്ങളല്ല. പക്ഷെ എന്നിരുന്നാലും ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കോച്ചസ് വെറുതെ പഠിച്ചിറങ്ങുക എന്നുള്ളതല്ല. എല്ലാവർക്കും കോച്ചസ് ആവാനോ അല്ലെങ്കിൽ ഈ ഒരു മാസ്റ്ററിലോട്ട് എത്താനോ സാധിക്കില്ല. അതിനുവേണ്ടി നമ്മുടെ ലൈഫ് ഡിസിപ്ലിൻ ആക്കുന്ന, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് വളരാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കോഡ് ഓഫ് ഓണേഴ്സ് ആണ്. അതെല്ലാവരും പാലിക്കേണ്ടതാണ്. നമ്മൾ പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും കൂടെയുള്ളവരെ സപ്പോർട്ട് ചെയ്തിട്ടും തന്നെയാണ് വളരുക. പക്ഷേ ഈ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യണം. അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഞങ്ങൾ എല്ലാവരെയും നിങ്ങളെ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ പേര്, സ്ഥലം, എന്താണ് ഇപ്പോൾ ഒരു ലൈഫ് കോച്ച് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന, പേഴ്സണലായിട്ടോ പ്രൊഫഷണലായിട്ടോ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ നമ്മുടെ ഉള്ളിൽ, വന്നതിന്റെ ഒരു കാരണം ഉണ്ടാവുമല്ലോ, ആ ഒരു കാര്യം കൂടെ പറയാം. അപ്പൊ ആര് പറയുമ്പോഴും മറ്റെല്ലാവരും ബ്ലസ് ചെയ്യുക, അത് നടക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ബ്ലസ് ചെയ്യുക. ക്ലിയർ? ഓക്കെ, ഫസ്റ്റ് എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് അനു സലീമിനെയാണ്. യെസ്, പ്ലീസ് അൺമ്യൂട്ട് യുവർ സെൽഫ്. എന്നെ തന്നെ ഫസ്റ്റിൽ പിടിച്ചോ, അത് സ്കൂളില് പിടിക്കുന്ന പോലെ. ഹലോ എവ്രിബഡി, എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് അനു. ഞാൻ ലണ്ടനിലാണുള്ളത്. എൻ്റെ നാട് കോഴിക്കോടാണ്. ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ് ബൈ പ്രൊഫഷൻ. യാദർശികമായിട്ടാണ് ഷബ്ന മാമിൻ്റെ ഇത് ഫേസ്ബുക്കിൽ കണ്ടത്. ഒരു 3 year ആയി ഇങ്ങനെ മാം, ശില്പ മാം പറഞ്ഞ പോലെ ഹൂ ആം ഐ എന്നുള്ള ക്വസ്റ്റ്യന് പേർപ്പസ് ഓഫ് മൈ ലൈഫ് തേടിക്കൊണ്ടിരുന്ന കുറേ കോഴ്സസ് ജോയിൻ ചെയ്തു. അങ്ങനെ ചെയ്തെന്നാലും ഇവിടെ ഒരു വോയിഡ് ഫീൽ ചെയ്ത പോലെ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
കോഴ്സുകളെല്ലാം ജോയിൻ ചെയ്യുന്നുണ്ട്. 6 മാസത്തെ കോഴ്സ്, 1 ഇയർ കോഴ്സ്. പക്ഷെ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വരും. അത് മെയിൻലി ഹെൽത്ത് ബ്ലോക്കേജസ് ആണ് ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്ത്. അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഹെൽത്ത് ബ്ലോക്കേജസ് വരുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് ഹീലിംഗ് നടക്കുന്നില്ല. അപ്പം ഷബ്ന മാമിന്റെ ഈ കോഴ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഫസ്റ്റ് ഐ ഹാവ് ടു ഹീൽ മൈസെൽഫ്, ബിക്കോസ് ഐ നോ ദർ ഇസ് എ ലോട്ട് ഐ ക്യാൻ ഗിവ് ബിക്കോസ് ഓഫ് ദ പേർപ്പസ് ഐ എം ഗോയിങ് ടു സെർവ്. പക്ഷെ ആ പേർപ്പസ് ചെയ്യണമെങ്കിൽ ആദ്യം ഞാനൊന്നും അറിയാലല്ലേ എനിക്ക് മറ്റുള്ളവരെയും ബ്ലെസ് ചെയ്ത് ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഷബ്ന മാമിന്റെ ഹാപ്പിനെസ് കോച്ചിങ് അക്കാഡമി കണ്ടുപിടിച്ചു, ജോയിൻ ചെയ്തു. ഐ എം വെരി 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 ഗ്രേറ്റ്ഫുൾ ടു ഈച്ച് ആൻഡ് എവറിബഡി ഹു ഹാസ് ഹെൽപ് മീ ടു കം ഇൻ ടു ദിസ് അക്കാഡമി. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി വെരി ബെസ്റ്റ്. യെസ്, നമ്മുടെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പന്റ് ഉണ്ട്. പാർട്ടിസിപ്പന്റ് എന്നല്ല, വളരെയധികം ബഹുമാനത്തോട് കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും അഭിമാനമുള്ള ഒരു പേഴ്സൺ ആണ്. യെസ്, ബാലകൃഷ്ണൻ സർ. ഹലോ, ഞാൻ ബാലകൃഷ്ണൻ, കോഴിക്കോട്ട് നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു ബൈ പ്രൊഫഷൻ. ഒരു 1/4 നൂറ്റാണ്ട് കാലം അത് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ മേഖലയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് ജേർണലിസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ മീൻ ടൈം ഞാൻ സൈക്കോളജി കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഓരോ കോഴ്സുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ തോതിലൊക്കെ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലൈഫ് കോച്ചിങ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അത് എന്നിലും എൻ്റെ പ്രവൃത്തികളിലും റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഈ ലൈഫ് കോച്ചിങ് മേഖലയിലേക്ക് വരാൻ താല്പര്യപ്പെട്ടത്. താങ്ക് യു. താങ്ക് യു സർ. യെസ്, സംഗീത ബാലൻ. ഹായ് ഓൾ. ഞാൻ വരുന്നത് പന്തളമാണ് സ്ഥലം. പന്തളം ഫെമിലിയർ ആണോ എന്ന് എല്ലാവർക്കും അറിയാം. അതായത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് ആണ്. പിന്നെ ഫാമിലിയിൽ മാരീഡ് ആണ്, 2 കുട്ടികളുണ്ട്. ബൈ പ്രൊഫഷൻ നേഴ്സാണ്. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഇപ്പം ബിസിനസ്സാണ്. ഞാൻ ഈ ഒരു ഹാപ്പിനെസ് ലൈഫ് കോച്ചിങ് എന്ന് പറയുന്ന സംഭവം ആക്ച്വലി മാമിന്റെ ഒരു അഡ്വർടൈസ്മെന്റ്, ഷബ്ന മാമിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ത്രൂ ആണ് കണ്ടത്. അതുപോലെ സിന്ധ്യ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഇത് ഇടയ്ക്ക് കോർഡിനേറ്റ് ചെയ്ത് എനിക്ക് കിട്ടിയപ്പം ആക്ച്വലി ഇങ്ങനെ ഒരു ഒരു കോഴ്സിന് ചേരുമെന്നോ, അതായത് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമെന്നോ ഒന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചൊരു വ്യക്തിയല്ല. യാദൃശ്ചികമായിട്ട് അഡ്വർടൈസ്മെന്റ് കാണുന്നു. പക്ഷെ എന്തോ ഞാൻ സെർച്ച് ചെയ്യുന്ന ഒരാളാണെന്ന് പലപ്പോഴും എന്നെ തന്നെ ഞാനിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ചെക്ക് ചെയ്ത് എന്നെ തന്നെ അസസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സംഭവം, എപ്പോഴും സന്തോഷമായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ലൈഫിൽ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉള്ളൂ. ഈ സന്തോഷം എന്ന് പറയുന്ന സാധനം അത് നിലനിർത്തണമെങ്കിൽ കുറെ സാധനങ്ങളുണ്ടല്ലോ എന്നുള്ള കുറെ സാധനങ്ങൾ ഇങ്ങനെ മൈൻഡിൽ കയറി ഇറങ്ങി പോകാറുണ്ട്. എല്ലായ്പ്പോഴും ഒരേപോലെ പോകുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഫാമിലി ലീഡ് ചെയ്യുന്നുണ്ട്, പല രീതിയിലും പ്രൊഫഷണലി എല്ലാം ഉണ്ട്. എന്നിരുന്നാൽ പോലും എൻ്റെ മൈൻഡിൽ എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ ഹാപ്പിനെസ് ആണ്. മനുഷ്യന്മാരായിട്ട് ഭൂമി വന്നത് സന്തോഷിക്കാൻ വേണ്ടിയാണെന്ന് ഇത് എൻ്റെ തിയറി ആയിട്ട് ഞാൻ ചിന്തിക്കുന്നതാ. ഇത് സത്യമാണോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഫാക്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആ ഒരു സാധനം ഞാൻ അനുഭവിക്കുന്ന പോലെ ഇനി മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇറ്റ് ഈസ് മോസ്റ്റ് പവർഫുൾ എന്നുള്ളൊരു തോട്ട് കിട്ടുന്നുണ്ട്. ബൈ പ്രൊഫഷണലി നഴ്സിംഗ് ആയിരുന്നു. പലപ്പോഴും അവിടുന്ന് കിട്ടിയേക്കുന്ന റിവ്യൂസ് പോലും ആളുകളോട് സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പ്ലസ് പോയിന്റ്സ് പലപ്പോഴും പേഷ്യന്റ് സൈഡിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫിന്റെ സൈഡിൽ നിന്നും ഒക്കെ എനിക്ക് പൊതുവെ പറയാറുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കും, എന്തെങ്കിലും ഒരു സാധനം എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കാം എന്ന് ചിന്തിക്കും. എന്താണെന്നറിയില്ല. പിന്നെ ബിസിനസ് ചെയ്യുമ്പോഴും അവിടെയും കസ്റ്റമർ ബേസ് ചെയ്തിട്ടും അവിടുത്തെ എല്ലാ സീനിയേഴ്സിൽ നിന്നും എല്ലാം കിട്ടുന്ന സാധനം ഇത് തന്നെയാണ്. അപ്പൊ അൾട്ടിമേറ്റ്ലി എൻ്റെ കയ്യിൽ എന്തോ ഒരു സാധനമുണ്ട്, പക്ഷെ അത് എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി എനിക്കില്ല. ആ ക്ലാരിറ്റിയാണ് അതിനെയാണ് ഞാൻ ആക്ച്വലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാർട്ട് ചിലപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പലപ്പോഴും ഇപ്പൊ ഇവിടെ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. കമ്മിങ് 6 months ആ ഒരു ജേർണി പോകുമ്പോൾ എനിക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഓരോരുത്തരുടെ ആ ഒരു ടോക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. യെസ്, രതി. അൺമ്യൂട്ട് ചെയ്തോളൂട്ടോ, എന്നാലേ കേൾക്കുള്ളൂ.
ഹായ് മാം, ഞാൻ ഹായ്. ആലുവയിൽ നിന്നാണ്. ഞാൻ ആലുവയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ വീട് ശരിക്കും തൊടുപുഴയാണ്. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു ക്ലർക്കായിട്ട്. എന്താണ് പിന്നെ ഒരു ഞാൻ ആഗ്രഹം ഇതിലേക്ക് ഉള്ളത്? വരാൻ കാരണം എന്താണ്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരാഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഈ ഒരു ഫീൽഡിൽ മീൻസ് ഈ ഒരു മേഖലയിൽ നമ്മൾ നല്ലതായിട്ട്, അതായത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കുക, അവർക്ക് മാക്സിമം നമ്മളാൽ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അതായത് അവരുടെ മനസ്സിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒരു ലിസണർ ആവുക, ഒരു ബെസ്റ്റ് ലിസണർ ആവുക. കാരണം ഇന്നത്തെ കാലത്ത് ഒരാൾക്കും കിട്ടാത്തൊരു കാര്യമാണ് നമ്മളെ കേൾക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും ഏറ്റവും വലിയ വിഷമം, അല്ലെങ്കിൽ കിട്ടാത്തൊരു കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം എല്ലാവരും ബിസിയാണ്, പക്ഷെ എല്ലാവർക്കും ഒരുപാട് ടെൻഷനും കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളായിട്ടിരുന്ന് കേൾക്കാൻ ആരുമില്ല. അതായത് നമ്മൾക്ക് ആ ഒരു സ്പേസ് തരണവരാരുമില്ല. അപ്പൊ അങ്ങനെ കേൾക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പൊ അവർക്ക് എന്നാൽ കഴിയുന്ന ഹെൽപ്പ് ചെയ്തു കൊടുക്കണം. പക്ഷെ അതിന് ഞാൻ ഒരിക്കലും ക്വാളിഫൈഡ് അല്ലാതെ എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരാളുടെ ഇമോഷൻ വെച്ചിട്ട് അങ്ങനെ പ്ലേ ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം ഒരു വ്യക്തിയുടെ ഇമോഷൻ എന്ന് വെച്ചാൽ അത് എന്താണെന്ന് ഞാൻ നന്നായിട്ട് അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതിന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരാളുടെ കീഴിൽ അത് എന്താണെന്ന് ഞാൻ അറിയണം. നല്ലൊരു ട്യൂട്ടറിന്റെ കീഴിൽ ഞാനത് അറിയണം എന്താണെന്നുള്ളത്. അതിനുശേഷം മാത്രമേ എനിക്ക് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ യൂണിവേഴ്സിറ്റി അടുത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എങ്ങനെ ഇതിലേക്ക് ഇറങ്ങാൻ പറ്റും ഞാനിങ്ങനെ കുറേ ദിവസം ആലോചിച്ചിരുന്നപ്പോഴാണ്, ഞാൻ വെറുതെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്തപ്പോഴാണ് എനിക്ക് മാമിന്റെ ഇത് കിട്ടിയത്. വേറെ കുറെ കിട്ടി, പക്ഷെ പെട്ടെന്ന് എനിക്ക് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ ഹാപ്പിനെസ് ലൈഫ് കോച്ചിങ് അക്കാഡമി അത് കണ്ടപ്പോ എനിക്ക് എന്താണെന്നറിയില്ല, അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു, അങ്ങനെയാണ് ഞാൻ മാമിനെ കോണ്ടാക്ട് ചെയ്തത്. അപ്പൊ ഇതിൽ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചപ്പോ തന്നെ ഞാൻ വിചാരിച്ചു, ശരിക്കും എനിക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണിത്. കാരണം ദൈവമായിട്ട് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചതാണെന്നുള്ളത് എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മേഖലയാണ് ഇത്. ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറെ ട്രോമാസിൽ കൂടെ കടന്നു വന്ന ഒരാളാണ്. അപ്പോ എന്നെ കേൾക്കാൻ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇരുന്ന് കേൾക്കും. 2 മണിക്കൂർ 3 മണിക്കൂർ ഞാനിരുന്ന് കരഞ്ഞാല് ആള് കേൾക്കും. അത്ര ഇതായിട്ട് എന്നെ കേട്ടോണ്ടിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാനും എന്നെ പോലെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് മാം. അപ്പൊ അവർക്കെല്ലാം നമ്മളാൽ കഴിയുന്ന ഒരു ഹെൽപ്പ്, അതാണ് ഏറ്റവും വലിയ ഹെൽപ്പ്. ഞാൻ വിചാരിക്കുന്നു പൈസ കൊടുത്ത് സഹായിക്കുന്നതൊന്നുമല്ല ഏറ്റവും വലിയ ഹെൽപ്പ്. നമുക്ക് മനസ്സിന് സമാധാനം സന്തോഷവും കൊടുക്കാൻ പറ്റും, ഏതാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഹെൽപ്പ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ദൈവമായിട്ട് എന്നെ കൊണ്ട് എത്തിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിത് ജോയിൻ ചെയ്തപ്പോ തന്നെ ഞാൻ ഭയങ്കര ആളായി എന്നുള്ളൊരു ചിന്ത. മീൻസ് എന്നെ എത്തും എന്ന് ഭയങ്കര കോൺഫിഡന്റ് ആണ്. അപ്പൊ പിന്നെ മാമിന്റെ അടുത്ത് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. നേരത്തെ ഒന്നും അല്ലായിരുന്നു. ഇപ്പോ ഭയങ്കര വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച്, അത് മീൻസ് ഞാൻ താനെ ഇങ്ങനെ ദൈവമായിട്ട് എന്നെ കൊണ്ട് എത്തിച്ച് ഞാനൊരു 3 മാസത്തോളം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരുമായിട്ടും മിങ്കിൾ ചെയ്യാതെ ഒരു 90 ഡേയ്സ് ഇരുന്നു. എനിക്ക് ഇരിക്കേണ്ട വന്നു. അതോടുകൂടി ഞാൻ മൊത്തത്തിൽ ചേഞ്ച് ആയി. അവിടെ നിന്നാണ് എന്റെ ലൈഫിൽ ഇതൊക്കെ വന്നു തുടങ്ങിയത്. തീർച്ചയായിട്ടും കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ പ്രോബ്ലം ഉള്ളവർക്ക് മാത്രമല്ല കേട്ടോ നമ്മളുടെ ഹെൽപ്പ് വേണ്ടത്. സ്റ്റെക്കായി നിൽക്കുന്ന കുറെ ആളുകൾ ഉണ്ടായിരിക്കും. പ്രോബ്ലം ആ എല്ലാവർക്കും ഉണ്ടാവുക, ഫ്യൂച്ചറിൽ ക്ലാരിറ്റി വേണ്ടി വരും. അപ്പോൾ ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത് പുറത്ത് നിൽക്കുന്ന പോലെയല്ല, ഉള്ളിലോട്ട് വന്നാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഈ ലോകത്തിലുള്ള എല്ലാവരെയും നമുക്ക് നമ്മുടെ ഭാഗമാക്കി കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ളത്. അത് നിങ്ങൾക്ക് പതിയെ പതിയെ മനസ്സിലായിക്കോളും. യെസ്, രഞ്ജിത്ത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത്. പൊതുവെ മുൻഷി രഞ്ജിത്ത് എന്ന് പറഞ്ഞ കുറച്ചു പേരൊക്കെ അറിയും. അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ തിരിച്ചറിയുന്നൊന്നും എനിക്കറിയില്ല. വഴിയെ പറയാം. എൻ്റെ ഒരു തൽക്കാലം ഇപ്പോൾ ഉള്ള സന്തോഷം എന്താ വെച്ചാൽ, നമ്മള് ഭരിക്കുന്നവരെ തെരഞ്ഞെടുക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവായിരുന്നെങ്കിലും ഹാപ്പിനെസ് അന്വേഷിക്കുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് അറിയുന്നതിലുള്ള ഹാപ്പിനെസ് ഞാൻ മറച്ചു വെക്കുന്നില്ല. ഞാൻ ആക്ച്വലി എന്റർടൈൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ചെയ്യുന്ന ഒരു ജോലി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പലയിടത്തും ഫംഗ്ഷനുകളൊക്കെ വിളിക്കുകയും അവിടെ സംസാരിക്കുകയും ചെയ്യും. ചിലപ്പോൾ സ്കൂളുകളിലായിരിക്കും, ചിലപ്പോൾ റെസിഡൻസ് അസോസിയേഷനുകളിലായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി ഗ്യാതറിങ്ങിലൊക്കെ ആയിരിക്കും. അപ്പൊ അവിടെയൊക്കെ രസകരമായ കഥകളിലൂടെ ചില കാര്യങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലും ഹാപ്പിനെസ് ഉണ്ടാകുന്ന തരത്തിലൊക്കെ പറയാറുണ്ട്. അതൊക്കെ എന്റേതായ ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ. അപ്പൊ ഇതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ
ഞാൻ എന്നാ ഒന്ന് മനസ്സിലാക്കി കളയാം, അത് അറിഞ്ഞു കളയാം. തീർച്ചയായിട്ടും സിമ്പിളായിട്ട് എന്തുകൊണ്ട് ഹാപ്പിനെസ് കോച്ചിങ് എന്ന് വെച്ചാൽ പുതിയ കാര്യം അറിയാനുള്ള അപ്പോ ഈ അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സിലേക്ക് ഒന്ന് താല്പര്യം കാണിക്കുന്നു. പിന്നെ സുൽത്താനങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചു പേഴ്സണലി. അപ്പൊ ഈ പറഞ്ഞ ശബ്ദത്തിലും വളരെ ജോയിലുള്ള ഈ ശബ്ദത്തിലൂടെ കുറെ കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തിയപ്പോൾ ഇത് ഏരിയ ആക്കി മാറ്റാം. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിനെ കുറച്ചുകൂടെ ഒന്ന് ഓർഡർ ആക്കാൻ പറ്റുമല്ലോ എന്ന് എല്ലാവരും ആത്യന്തികമായി അന്വേഷിക്കുന്നത് സന്തോഷമാണ്. പക്ഷെ ഞാൻ എപ്പോഴും സംസാരിക്കും പലരും നിങ്ങളുടെ സംഘടനകളിൽ പോലും നിങ്ങൾക്ക് ഒരു ആനന്ദം കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും എന്ന് പറയാറുണ്ട്. അങ്ങനെ ശ്രമിക്കുന്ന ഒരു കൂട്ടത്തിലും ആണ് ഞാൻ. അപ്പൊ ഇവിടെ എന്താണ് എനിക്ക് ഇഷ്ടമായിട്ട് ചെയ്യാത്ത എന്റെ മനസ്സിലാക്കലിനേക്കാൾ കൂടുതൽ ഇതിനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നതെന്ന് എനിക്ക് എന്നുള്ള ലക്ഷ്യത്തിലാണ് എല്ലാവർക്കും ചേർന്ന, അതായത് ഇപ്പോൾ ഇവിടെ ഉള്ള എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ, എല്ലാവർക്കും നല്ലത് കിട്ടട്ടെ. ഞാനും അത് ആസ്വദിച്ച് ഹാപ്പിനെസ് ഉൾക്കൊള്ളട്ടെ. താങ്ക് യു. താങ്ക് യു ഓൾ ദി വെരി മച്ച്. യെസ് യെസ്. ഷെഫി ഹലോ മാം. യെസ്. എന്താ സംസാരിക്കണ്ടെന്ന് അറിയില്ല. ആകെ പേര് സ്ഥലം പറഞ്ഞാൽ എക്സൈറ്റ്മെന്റിലാണ്. മതി, എന്താണ് ഷെഫീറ എന്നുള്ളത് എന്ന നമ്മുടെ ഒരു പേര്. ആഗ്രഹം ഉണ്ടല്ലോ. അതെ. ഷെഫീറ എന്നാണ് പേര്. പിന്നെ 4 കുട്ടിയുണ്ട്, 4 പെൺകുട്ടികളുണ്ട്. ഇവിടെ മലപ്പുറം ആണ് വീട്. ഹസ്ബൻഡിന്റെ വീട് മലപ്പുറം, എന്റെ വീട് കൊണ്ടോട്ടിയ ഭാഗമാണ്. പിന്നെ ഞാൻ ഒരു പരസ്യം കണ്ടിട്ട് ഞാൻ ഹിന്ദിന്റെ ഒരു കോഴ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അടുത്ത DLED ചെയ്യണമെങ്കിൽ ഒരു 6 മാസം, ഒരു 8 മാസം ഒഴിവുണ്ട്. അപ്പൊ ഇങ്ങനെ വെറുതെ ഫോണ് സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ, അത് എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു വിഷയമാണ്. വേറെ ഉള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ എനിക്ക് നല്ല സമാധാനമൊക്കെ തോന്നലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പരസ്യം ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കാനുള്ള ഒരു സാഹചര്യം അങ്ങനെയാണ്. അങ്ങനെ എത്തിപ്പതാ ഇന്ന് തുടങ്ങി. 3 കുട്ടികളും ഇന്നിപ്പോ എന്റെ ഫാമിലിന്റെ കൂടെ ടൂറൊക്കെ പോയിക്കാണ്. ഞാൻ ഇന്ന് ഈ ഒരു ക്ലാസ്സിലുള്ളതുകൊണ്ട് പോവാതെ അത്ര ആകാംക്ഷയിലാണ് ഇരിക്കണത്. ചെറിയ മോളുണ്ട് കൂടെ. അതാണ് അവസ്ഥ. ഒരു ആഗ്രഹം പറയും. ഇപ്പൊ നമുക്കൊരു ലൈഫ് കോച്ച് ആയിക്കൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഷെഫിക്ക് പറയാൻ പറ്റുമോ? എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാല് എനിക്കൊന്ന് മാറണം. പിന്നെ ഞാൻ എന്റെ കാര്യത്തില് ഞാൻ തീരുമാനം എടുക്കുമ്പോ ഒന്നും അത് അത്ര അങ്ങോട്ട് നടത്താൻ കഴിയാറില്ല. വേറെയുള്ള കാര്യത്തില് ഭയങ്കര 100% എല്ലതും ചെയ്തു കൊടുക്കാൻ കഴിയലുണ്ട്. അപ്പൊ എന്റെ കാര്യത്തിലൊരു ട്രാൻസ്ഫോർമേഷനും പിന്നെ അതൊക്കെ നടക്കുമോന്നുള്ളത് അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തത്. സൂപ്പർ. നമുക്ക് 6 മാസം കഴിയുമ്പോ ഇതൊക്കെ നടന്നോന്നും കൂടെ അറിയണമല്ലോ, അതാണ് കേട്ടോ ചോദിച്ചത്. ഓക്കെ. ഓക്കെ. ഷേർലി ജോൺ. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് ഷേർലി. ഞാൻ കൊച്ചിയിൽ താമസിക്കുന്നു. ഞാൻ എന്തിനാണ് ഈ പ്രോഗ്രാമിൽ ജോയിൻ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എല്ലാവർക്കും അവരുടെ കുട്ടിക്കാലം ഓർക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ്. പക്ഷേ എനിക്കെൻ്റെ കുട്ടിക്കാലം ഓർക്കുമ്പോഴേ പേടിയാണ്. ഇന്ന് ഞാൻ എവിടെയാണോ അവിടുന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇവിടം വരെ എത്തിയോ എന്നുള്ളൊരു ഫീലിംഗ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്താ പറയുന്ന, ഒത്തിരി ലൈഫിൽ ഒരുപാട് ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും എൻ്റെ ഫാമിലിക്കും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുന്ന ജസ്റ്റ് ഒരു ഹീലിംഗ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്തു. അപ്പോഴ് ഞാൻ ചെന്നപ്പം എല്ലാവരും നല്ല സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ സാധാ ഇതായിട്ട് പോയത്. അപ്പൊ ഞാൻ ഓർത്തു ഇവർക്കൊക്കെ എന്താണ്, ഇവരെല്ലാം ഹാപ്പിയാണ്, ഇവർക്കൊന്നും കുഴപ്പമില്ല, എനിക്കാണ് ഉള്ള വിഷമമെല്ലാം. പക്ഷേ അവരോടെല്ലാം കൂടുതൽ അടുത്തെറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതെല്ലാം വെറുതെ ഒരു ഷോ ഓഫ് ആണ്. ആ പുറമേ കാണിക്കുന്നതേ ഉള്ളൂ, ഉള്ളിൽ ആരും ഹാപ്പി അല്ല. നമ്മളെക്കാട്ടിയും വലിയ വലിയ പ്രശ്നങ്ങളാണ് അവരുടേത്. നമ്മളത് കേൾക്കുമ്പോൾ നമ്മളായിരിക്കും അയ്യോ എനിക്ക് ഇത്രയും പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് അന്നേരം ഉണ്ടായത്.
അപ്പം അവിടെ വെച്ച് ആ ഒരു ഹീലിംഗ് പ്രോഗ്രാമിൽ എനിക്ക് ഭയങ്കര ഡ്രാമാറ്റിക് ചേഞ്ച് വന്നു. ഞാനൊരു കംപ്ലീറ്റ്ലി ഒരു 60% ഞാൻ ഹീൽഡ് ആയി. ബട്ട് ഇനി ഒരു 40% ഉണ്ട്. അത് ഈ പ്രോഗ്രാമിലൂടെ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നെ പോലെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന, എന്നെ പോലെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ പുറമേ കാണിക്കുന്ന ഹാപ്പിനെസ് അല്ല, കുറെ സ്ത്രീകൾക്ക് ഉണ്ടാവും ഉള്ളിൽ നിന്നൊരു ഹാപ്പിനെസ് വരണം. അതെനിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കണം എന്നാണ് എനിക്കൊരു ആഗ്രഹം. അതിനാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ആൾ ദി വെരി ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ തീരുമാനങ്ങൾ എടുത്തവരാണ് എല്ലാവരും. എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെ എന്താ പറയാ, ഇതിനേക്കാൾ 100 ഇരട്ടി ഒരുപാട് സക്സസ് ലൈഫിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു കാര്യമല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാനിവിടെ ക്യാമറ ഓൺ ചെയ്തിട്ടുള്ള കോച്ചസ് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും 6 മാസം കഴിഞ്ഞാൽ നടക്കുമെന്ന് അറിയാൻ വേണ്ടി. ജസിത, എന്താണ് ഇപ്പൊ നമ്മുടെ പുതിയ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്? ഇവരുടെ ആശയങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞല്ലോ. 6 മാസം കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും വർക്ക് ആവുമോ? ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ എല്ലാവർക്കും. എല്ലാവരും ഈ ജേണിയിലോട്ട് ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം. നിങ്ങൾ എല്ലാവരും കാണുമ്പോൾ ഇതേപോലെ ഒരു സിറ്റുവേഷനിൽ ഇരുന്ന വ്യക്തികളാണ് ഇപ്പൊ എല്ലാവരും അങ്ങനെ ഒരു സിറ്റുവേഷൻ നിന്നാണ് ഇപ്പൊ ഒരു ഹാപ്പിനെസ് കോച്ചായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ബ്യൂട്ടിഫുൾ ജേണിയിൽ നിങ്ങൾ ഇപ്പോൾ എന്താണോ പ്രതീക്ഷിച്ചിട്ട് വന്നത് അതിന്റെയും 10 മടങ്ങ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും ട്രാൻസ്ഫോർമേഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ട്രാൻസ്ഫോം ആവും, പിന്നെ നിങ്ങൾ മറ്റുള്ളവരെ ട്രാൻസ്ഫോം ആകാനുള്ള അത്രയും നിങ്ങൾക്ക് ആ ഒരു പവർ വരുന്നതാണ് എന്റെ ജേണിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് തന്നെയായിരിക്കും ബാക്കിയുള്ള ലൈഫ് കോച്ചസിനും പറയാനുണ്ടാവുക. ഇതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിൽ കയറി അത് എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അത് എക്സ്പീരിയൻസ് ചെയ്യും നിങ്ങൾ. അപ്പോ ആ ഹാപ്പി ഫേസ് കാണാൻ ഞാനും ഇപ്പോഴേ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് ആഫ്റ്റർ ദ കോഴ്സ്. ഓക്കെ ജസിത, ഈ ഒരു ജേണി വളരെ ഈസി ആണോ? സ്ട്രഗിൾസ് ഉണ്ടാവും, അതൊരു പ്രോബ്ലം അല്ല. ഞാനൊക്കെ കുറച്ച് സ്ട്രഗിളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ സ്ട്രഗിൾസ് ഉണ്ടാവും, പക്ഷേ അതൊരു എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു പ്രൗഡ് മൊമെന്റ് ആണ്. എന്തായാലും നമ്മുടെ കോച്ചസ് നമ്മുടെ മെന്റേഴ്സ് എന്താണോ നിങ്ങളോട് പറയണത് അത് ഫുള്ളായി ട്രസ്റ്റ് ചെയ്യുക, ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക, അവർ തന്ന ആക്ടിവിറ്റീസ് ചെയ്യുക, ബാക്കിയൊക്കെ പതിയെ വന്നോളും. ഓക്കെ, താങ്ക് യു ജസിത. ജിസക്ക് ചെറിയൊരു മോളൊക്കെ ഉണ്ട് കേട്ടോ. മോളൊക്കെ വെച്ചിട്ടാണ് ക്ലാസ് ഒക്കെ എടുക്കാറുള്ളത്. അപ്പൊ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ള ഇതുണ്ട്. നമ്മുടെ കഴിഞ്ഞ ബാച്ചില് പ്രസവിച്ച് കിടക്കുമ്പോൾ സെഷൻ അറ്റൻഡ് ചെയ്തവരും 1 മന്ത് ആയിട്ട് ജോയിൻ ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഫാമിലിയുടെ കൂടെയും നമുക്ക് ഈ ഒരു ജേണി കൊണ്ടുപോകാൻ പറ്റും. കുട്ടികളൊക്കെ കുറേം കൂടെ ഹാപ്പിനെസ് കോച്ച് ആയിട്ടുള്ള പാരന്റ്സിന്റെ മക്കളാവുമ്പോൾ അവർ കുറേം കൂടെ സമാധാനം അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഇപ്പൊ കേട്ടിട്ടുള്ളത്. അവരുടെ ഭർത്താവും വീട്ടിലുള്ളവരും ഒക്കെ തന്നെ. അപ്പൊ നമ്മൾക്കല്ല പ്രശ്നം എന്നാണ് നമ്മൾ ആദ്യം വിചാരിക്കുക. ചുറ്റുമുള്ളവരാണ് നമ്മുടെ പ്രശ്നക്കാരെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് എവിടെയൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന്. അപ്പൊ യഥാർത്ഥത്തിൽ അത് തന്നെയാണ് നമ്മളെ മനസ്സിലാക്കുക. ശില്പ മാം പറഞ്ഞ പോലെ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക ഈ ജീവിതത്തിന്റെ ഇടയിൽ. അതൊരു പർപ്പസ് ആണ്, നമ്മളുടെ ഒരു അവകാശം കൂടെയാണ്. യെസ് പ്ലീസ് സിന്ധ്യ. തസ്നീമിനെ ഞാൻ ബ്ലെസ്സിങ് ആയിട്ട് ക്ഷണിക്കുകയാണ് കേട്ടോ. തസ്നീം, നിങ്ങളെല്ലാരും നമ്മളെ ഒരു പുതിയ ജേണിക്ക് വേണ്ടിയിട്ട്. ഹായ്, ഹാപ്പി മോർണിംഗ്, ഹാപ്പി ഈവനിങ് എവരിവൺ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾ എല്ലാവരെയും ഈ ഒരു ബ്യൂട്ടിഫുൾ ജേർണിയിലേക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ അല്ല, നിങ്ങളുടെ ഒക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയുടെ സ്റ്റാർട്ടിംഗ് ആണ്. ഇന്ന് മുതലാണ് നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോ ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു ജസ്റ്റ് അനദർ സ്റ്റുഡന്റ് ആയിട്ടല്ല കേട്ടോ ഇരിക്കുന്നത്. പക്ഷെ ഈ ഒരു 7-8 മാസങ്ങൾക്ക് മുന്നേ ഞാനും നിങ്ങളെ ഈ ഒരു എക്സാക്ട് സെയിം ഇതിലാണ് ഇരുന്നുകൊണ്ടിരുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്, ക്യൂരിയോസിറ്റി ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ കുറച്ച് പേടിയുണ്ടായിരുന്നു. ഇതെന്താണ്, എങ്ങനെയാണ് പോവാന്നുള്ള ഒന്നും അറിയില്ല. ഫസ്റ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതെങ്ങോട്ടാണ്, ഈ ഒരു ജേർണി എങ്ങനെയാണ് എന്നുള്ളത് അറിയാതെയാണ് ഞാനൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വേസിൽ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു ലൈഫിൽ. പിന്നെ ഒരുപാട് റോൾസ് ഉണ്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ 3 കുഞ്ഞു മക്കളാണ്.
2 ഇയേഴ്സ് ഡിഫറൻസിൽ 3 മക്കളുണ്ട് എനിക്ക്. ചെറിയ ആൾക്ക് 2 വയസ്സായിട്ടുള്ളൂ. അപ്പം അതിന്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി കിടന്നിട്ട് ഞാൻ ഇങ്ങനെ ഓടി നടക്കണ ഇടയിലാണ് ഞാൻ എന്റെ ഈ ഒരു ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഭയങ്കര കുറവായിരുന്നു. എന്റെ കൂടെ വർഷങ്ങളായിട്ട് ഇരുന്ന ഒരു ഫ്രണ്ടിനെ കണ്ടാൽ പോലും ഞാൻ മെല്ലെ മുഖം തിരിച്ചിട്ട് പോകും. കാരണം അവരോട് പോലും സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സമയത്താണ് ഈ ഒരു ജേർണി ഹാപ്പൻ ചെയ്യുന്നത്. പിന്നെ മെല്ലെ മെല്ലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ജേർണി എന്നെ ഇൻ ആൻഡ് ഔട്ട് ഫുള്ളായിട്ടാണ് എന്നെ മാറ്റിയത്. എനിക്ക് എന്റെ തോട്ട്സിനെ ഇമോഷൻസിനെ ഒക്കെ മനസ്സിലാക്കി. എന്റെ മൈൻഡ് ഞാൻ എത്രത്തോളം പവർഫുൾ ആണെന്ന് മനസ്സിലാക്കി. ഈ നമ്മൾ സിറ്റുവേഷൻസ് ഒന്നും ഒരു ഓവർനൈറ്റിൽ ചേഞ്ച് ചെയ്യില്ല. അതിനൊക്കെ സമയം വേണം. എല്ലാത്തിനും മെല്ലെ മെല്ലെ ചേഞ്ച് ചെയ്ത് ഞാൻ ഇവിടം വരെ എത്തിയത്. എന്റെ കോൺഫിഡൻസ് കൂടി. എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റി. എന്റെ എല്ലാ സിറ്റുവേഷൻസിലും റിയാക്ട് ചെയ്യാതെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും, നമ്മൾ എങ്ങനെ കൂടുതൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. പ്രോബ്ലംസ് വരുന്നതൊക്കെ ഒരു വഴിക്ക് നടക്കട്ടെ, പക്ഷെ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന് എന്റെ കൺട്രോൾ എന്റെ കയ്യിൽ തന്നെ എനിക്ക് തിരിച്ചു കിട്ടിയത്. ഇന്ന് ഞാൻ ഇവിടേക്ക് സത്യമായിട്ട് എന്റെ മനസ്സുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. എന്റെ ഈ ഒരു ജേർണി ഉണ്ടല്ലോ, ഒരു കോച്ചിങ് ജേർണി എന്ന് പറഞ്ഞത് എന്റെ ഒരു ബെറ്റർ വേർഷൻ, എന്റെ ഒരു ബെറ്റർ വേർഷനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയത്. അതാണ് ഏറ്റവും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ എനിക്കുള്ളത്. പിന്നെ നിങ്ങളെ ഇന്ന് മുതൽ നിങ്ങളെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എനിക്ക് പറയാം, നിങ്ങളെ ഓരോരുത്തരും ഇവിടെ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും റെഡി ആവണം. എന്താന്ന് വെച്ചാൽ എല്ലാതും അൺലേൺ ചെയ്യാൻ, പിന്നെ അൺലേൺ ചെയ്തൊക്കെ വീണ്ടും നമ്മൾ റീലേൺ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ഗ്രോ ചെയ്യുക. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചത് മാത്രമല്ല, ഇനിയും കൂടി കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറെ ട്രാൻസ്ഫോർമേഷൻ ചേഞ്ചസ് വരാനുണ്ട് നമുക്ക്. അപ്പം ഇവിടെ നടക്കുന്ന ഓരോ മൊമെന്റ്സും നമുക്ക് ചാലഞ്ചിങ് ആണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ വളരെ ധൈര്യത്തോടെ ഫേസ് ചെയ്ത് ഈ ചാലഞ്ചിനെ ഏറ്റെടുക്കാം. നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക, ഈ ഒരു ജേർണിനെ ട്രസ്റ്റ് ചെയ്യുക. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക. കാരണം ഈ ഒരു കോഴ്സിന്റെ അവസാനം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഈ ഇരിക്കുന്ന ഓരോരുത്തരും ചേഞ്ച് ആയിട്ടുള്ള വേറൊരു പുതിയ പേഴ്സൺ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അത് എന്നെ പോലെ ഞങ്ങളുടെ മുന്നേ കഴിഞ്ഞ ഓരോ കോച്ചസിനും, ഈ കഴിഞ്ഞ ബാച്ചിൽ ഓരോ കോച്ചസിന്റെ ഗ്യാരണ്ടി ആണ്. നിങ്ങൾ കൂടുതൽ സ്ട്രോങ്ങർ ആവും, എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി വരും. നിങ്ങൾ ട്രൂലി നിങ്ങൾ യുവർ സെൽഫ് ഉണ്ടല്ലോ, അതിനായിട്ട് അലൈൻഡ് ആയിട്ടുള്ള ഒരാളായി മാറും. ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും വിഷ് ചെയ്യാണ്. ഈ ഒരു ജേർണി നിങ്ങൾക്ക് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ, ഒരുപാട് ഗ്രോത്ത് തരട്ടെ, ഹാപ്പിനെസ് തരട്ടെ. നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ച പോലെ ഒരു ജേർണി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. വിഷ് യു എവരിവൺ ഹാപ്പിനെസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു തസ്നി, താങ്ക് യു സോ മച്ച്. ഒന്ന് പ്ലസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഭയങ്കരമായ വലിയൊരു ജേണിയൊക്കെ പറഞ്ഞിട്ടോ. കോച്ചസിനോട് സംസാരിച്ചാൽ ഇങ്ങനെ ഒരു കഥ പറഞ്ഞാൽ തിരി നിർത്തൂല. ആദ്യമൊന്നും ക്യാമറയുടെ മുന്നിക്കേ വരില്ല, പകുതി ഇങ്ങനെ മാത്രമേ കാണുള്ളൂ, ഏതെങ്കിലും ഒരു സൈഡ് മാത്രമേ കണ്ടിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് സന്തോഷമാണ് കേട്ടോ. ഞാൻ വലിയൊരു മനുഷ്യനൊന്നല്ല, ഞാനൊരു സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷെ എൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് ആളുകളെ കേൾക്കുന്ന അല്ലെങ്കിൽ ആളുകളെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം എന്നുള്ളത്. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇഷ്ടമുള്ള കുറെ ആളുകളെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺ ആക്കുക. നമ്മൾ ലൈഫിൽ കുറെ പെയിൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, അതിനൊക്കെ എപ്പോഴാണ് നമുക്ക് പ്ലഷർ കിട്ടുക? അങ്ങനെ കിട്ടില്ല. നമ്മൾ അനുഭവിച്ച എല്ലാ പെയിനെയും പ്ലഷർ കൊണ്ടുവരണമെങ്കിൽ അതിനുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സിലാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. ഇന്ത്യാസ് ഫസ്റ്റ് യൂണിവേഴ്സിറ്റി സർട്ടിഫൈഡ് സ്കിൽ ഡിപ്ലോമ ഇൻ ഹാപ്പിനെസ് ലൈഫ് കോച്ചിങ്. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ വളരെ വളരെ സന്തോഷിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റിൽ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. ജേണി ഒരിക്കലും ഒരു ഈസി ആണെന്നൊന്നും ഞാൻ പറയില്ല. ഫസ്റ്റ് മന്ത് കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും, സെക്കൻഡ് മന്ത് പിന്നെ ബെറ്റർ ആവും. അങ്ങനെ തന്നെയാണ് എല്ലാം ഉണ്ടാവാം. പലരും ഒരുപാട് ചാലഞ്ചസ് നേരിട്ടിട്ടുണ്ട്, പക്ഷെ ഫൈനൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങളെ കാണാൻ സാധിക്കും. ട്രസ്റ്റ് മീ ഗൈസ്, ഐ ലവ് യു സോ മച്ച്. യെസ്, നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിലും ഒരുപാട് സന്തോഷവും സമാധാനവും സമൃദ്ധിയും സ്നേഹവും സമ്പത്തും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ഇനി എന്നോട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ, പ്രോഗ്രാം റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള എന്തെങ്കിലും സംശയങ്ങളോ ചോദിക്കാനുണ്ടോ? ഓക്കെ, ഇല്ല എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമ്മളുടെ ജേണി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി നമ്മള്
ചേഞ്ച് ആവുന്ന ഒരു സ്പേസിലോട്ട് പോവുകയാണ്. ചേഞ്ച് ഒറ്റ ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ അല്ല, സമയമെടുക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മിലാണ്. നമ്മളുടെ തോട്ട്സ് നമുക്ക് വേണ്ടിയിട്ടാണ് ചിന്തിക്കേണ്ടത്, നമുക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും ഒരു പ്രയോറിറ്റി നമുക്ക് കൊടുക്കുക. സീക്രട്ട് ആയിട്ട് കൊടുക്കുക, എല്ലാവരോടും പറഞ്ഞിട്ട് കൊടുക്കുക എന്നുള്ളതല്ല, നമ്മൾ നമ്മളുടെ സീക്രട്ട് ആയിട്ട് നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ചിന്തയുടെ കുറച്ച് സമയം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. യെസ്, സിന്ധ്യ പ്ലീസ് കണ്ടിന്യൂ. ഹലോ, അപ്പൊ നമ്മുടെ ജേണി ആരംഭിച്ചു കഴിഞ്ഞു, ഇനി തുടങ്ങുകയാണ് യാത്ര. അപ്പം ആദ്യം തന്നെ എനിക്കും ഈ നിമിഷത്തിന് നന്ദി പറയട്ടെ. കാരണം ഞാൻ HCA ചൂസ് ചെയ്തു. അതുകൊണ്ട് ആദ്യം 7 മാസം മുന്നേ ഉണ്ടായിരുന്ന നമ്പായിട്ടുള്ള ഞാൻ 0-ൽ എന്നിട്ട് ഈ ഇപ്പം MCയും വെൽക്കം സ്പീച്ചും പറയാണ്. അപ്പം അതിന് തന്നെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് പറയാണ് ആദ്യം തന്നെ. പിന്നെ നിങ്ങൾ ഓരോരുത്തർക്കും, നിങ്ങളാണ് ഇന്നത്തെ താരങ്ങള്. അപ്പൊ നിങ്ങൾ ഓരോ പുതിയ അപ്കമിങ് കോച്ചസിന് നന്ദി. പിന്നെ നമ്മളെ മെന്റേഴ്സ് ജിഷ മാം ഉണ്ട്, ശില്പ മാം ഉണ്ട്, അവർക്ക് ഈ പരിപാടി പങ്കെടുത്തതിന് നന്ദി. പിന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കോച്ചസ്, അവർക്ക് നന്ദി. പിന്നെ ഫൗണ്ടർ ആയിട്ടുള്ള ഷപ്ന മാമിന്, അങ്ങനെ മൊത്തത്തിൽ എല്ലാവരോടും സ്നേഹം നിറഞ്ഞ നന്ദി. ഗുഡ് നൈറ്റ്. താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ നമ്മുടെ സെഷൻ ഇപ്പൊ വൈഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഗുഡ് നൈറ്റ്, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. എല്ലാവരും ഒന്ന് ചിരിച്ചിരുന്ന, നമുക്കൊരു സെൽഫി എടുക്കാം എന്നാ. എല്ലാവരും ഒന്ന് ചിരിച്ചിരുന്ന. സിന്ധ്യ അവിടെ നിന്ന് എടുക്കാവോ? അൺമ്യൂട്ട് ചെയ്യണേ, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്താ പറയുന്നത്. അല്ല, ക്യാമറ എല്ലാരും ഒന്ന് ഓൺ ചെയ്താലേ, കാരണം ഇതിനകത്ത് കുറെ ബ്ലാങ്ക് സ്പേസ് ആയിട്ടായിരിക്കുന്നത്. എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിട്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഇരിക്കുക. ഇത് നമ്മളുടെ ഫസ്റ്റ് സ്മൈലാണ്. യെസ്, നന്നായിട്ട് ചിരിച്ചിട്ടിരിക്കുക, ബ്യൂട്ടിഫുൾ ആയിട്ട്. കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. ഞാൻ 2 എടുത്തിട്ടുണ്ട്, നോക്കാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു, ഓൾ ലവ് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു ഓൾ.